മഴതോരും മുൻപേ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അലീനെ പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സമയം അങ്ങോട്ടേക്ക് നിറയെ ചാനലുകാരും മീഡിയക്കാരും ഒക്കെ അങ്ങോട്ടേക്ക് തടിച്ചുകൂടുകയാണ്. പോലീസ് ജീപ്പ് അവിടെ വന്ന് കയറിയതും മീഡിയക്കാരൊക്കെ വണ്ടിയെ വളഞ്ഞു. അലീന ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. പാവം, ഇതൊന്നും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അലീന. താൻ എന്തോ വലിയ കൊടും കുറ്റവാളിയാണെന്ന രീതിയിൽ മീഡിയക്കാർ തന്നോട് പെരുമാറുന്നത് കണ്ടപ്പോൾ അവളുടെ മനസ്സിലൊക്കെ ആദി പിടിച്ചു. അന്നേരം കൂടെയുണ്ടായിരുന്ന ലേഡി പോലീസ് അലീനയോട് അങ്ങ് തട്ടിക്കറി. ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞ് അവളെ അങ്ങ് പുറത്തേക്ക് പിടിച്ചിറക്കി. അലീന ഇറങ്ങിയപ്പോൾ മീഡിയക്കാർ ഓരോരോ ചോദ്യങ്ങളായിട്ട് അവളെ അങ്ങ് വലഞ്ഞു. അലീനയെ ആ ചെക്കന്മാർ ലൈംഗികമായി ഉപദ്രവിച്ചു എന്നൊക്കെയാണല്ലോ നാട്ടുകാരുടെ വിചാരം. പക്ഷേ സത്യത്തിൽ അങ്ങനെയൊന്നുമല്ല സംഭവിച്ചത്. അവർ ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും എസ് ഐ ഇടപെട്ടു. അങ്ങോട്ടേക്ക് മാറി നിൽക്കടാ എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ട് തന്നെ മീഡിയക്കാരേക്ക് അവരങ്ങ് തള്ളി മാറ്റി. ഓരോരുത്തരും വല്ലാതെ വൃത്തികെട്ട ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അലീനക്കത് വലിയൊരു ബുദ്ധിമുട്ടായി മാറി. ഒരു തെറ്റും ചെയ്യാതെയാണ് അലീനയുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അവളെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഈ ഒരു അവസ്ഥയിൽ എന്ത് ചെയ്യണം, എങ്ങനെ ഇതിൽ നിന്നും പുറത്തു കിടക്കുമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു അവള്. താൻ ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്നെ ഇവിടെ പിടിച്ച് അകത്തിടാനൊന്നും ആർക്കും പറ്റില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ മുൻപ് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനായിരിക്കും വിളിച്ചിരിക്കുന്നത് എന്ന് കരുതി അലീന മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. ഇതേ സമയം വീട്ടിൽ കൃഷ്ണമോള് വല്ലാത്ത ടെൻഷനിലായിരുന്നു. ദൈവമേ, അലീന ചേച്ചി ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയല്ലോ, ഇനി എപ്പോഴാണ് വരുന്നത്, എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ അവൾ ആകെ ടെൻഷനിൽ ഇങ്ങനെ പേടിച്ചു പോയി നിൽക്കുകയാണ്. കൃഷ്ണമോൾ നേരെ ബബിതയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. ബബിത ചേച്ചി, അലീനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയി എന്ന് കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു. പക്ഷേ ബബിത വളരെ പുച്ഛത്തോടുകൂടി ചോദിച്ചു, അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന്. കൃഷ്ണമോൾ അങ്ങ് ഞെട്ടിപ്പോയി. ചേച്ചി, ഇതെന്താ ഈ പറയുന്നത്? പോലീസുകാർ ചേച്ചിയെ കൊണ്ടുപോയതാ. അവളെ കൊണ്ടുപോയെങ്കിൽ നിനക്കെന്താടി? ബബിതയുടെ ചോദ്യം കേട്ട് കൃഷ്ണമോൾ വിട്ടുകൊടുത്തില്ല. രോഹിതേട്ടൻ ചെയ്ത തെറ്റിൻ്റെ പേരിലാണ് ചേച്ചിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അന്നേരം ബബിതയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, അവളെ പോയി ചോദ്യം ചെയ്യട്ടെ, ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വിട്ടോളും. നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നീ പോയി ചെയ്തോ, എന്നെ ഇതിനൊന്നും കിട്ടില്ല. അവൾ പോയെങ്കിൽ അത്രയും സമാധാനമെന്ന് കരുതി ഇരിക്കുകയായിരുന്നു ഞാൻ. ലോക്കപ്പിൽ തന്നെ കിടന്നാൽ മതിയായിരുന്നു, ഇങ്ങോട്ടേക്ക് വരാതിരുന്നാൽ മതി. ബബിത ദേഷ്യപ്പെടുന്നത് കണ്ടപ്പോൾ കൃഷ്ണമോൾക്ക് വലിയ സങ്കടമായിരുന്നു. അവൾ ആലോചിച്ചു, മനുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന്. മനുശങ്കറിനെ ഫോൺ ചെയ്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ മോളെ? അതെ മനുവേട്ട, അലീന ചേച്ചിയെ പോലീസ് വന്ന് കൊണ്ടുപോയി. അത് കേട്ടപ്പോൾ മനുശങ്കർ ആകെ ഞെട്ടിപ്പോയി. എന്ത്, പോലീസോ? നീ എന്തൊക്കെയാ കൃഷ്ണമോളെ ഈ പറയുന്നത്? അതേ മനുവേട്ട, കുറച്ചു നേരമായി, എന്തിനാണെന്നൊന്നും അറിയില്ല. പോലീസുകാർ ഇവിടെ വന്ന് രോഹിത്തിൻ്റെ മുറിയൊക്കെ പരിശോധിച്ചു. ചേച്ചിയോട് എന്തൊക്കെയോ ചോദിച്ചിട്ട് അവരെ കൂടെ കൊണ്ടുപോയി. അവർ കാരണമൊന്നും പറഞ്ഞില്ലേ എന്ന് മനു ചോദിച്ചപ്പോൾ ഇല്ല എന്ന് കൃഷ്ണമോള് പറഞ്ഞു. മനുശങ്കർ ആകെ ഷോക്കായിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത കുട്ടി എന്തിനായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്? മനുവേട്ട, എന്തെങ്കിലും ഉടനെ ചെയ്യണം. ചേച്ചി അവർ അകത്തിടുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. കൃഷ്ണമോള് പറഞ്ഞു. പേടിക്കേണ്ട മോളെ, ബബിത അവിടെ ഉണ്ടല്ലോ, ഞാൻ ഇപ്പം തന്നെ പോയിട്ട് അന്വേഷിക്കാം, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് മനു ഫോൺ വെച്ചു. മനുശങ്കർ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കമല വന്നിട്ട് വഴി തടഞ്ഞു. എടാ, നീ ഇതെങ്ങോട്ടേക്കാണ്? ഞാൻ പോലീസ് സ്റ്റേഷനിലേക്കാണ്. എന്താ, ഹരിയെ കാണാനാണോ എന്ന് ചോദിക്കും. അല്ലമ്മേ, അലീനയെ കാണാനാണ്, അവളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാ പറഞ്ഞത്. ആ, നല്ല കാര്യം, എല്ലാത്തിനും കാരണം അവളാണല്ലോ എന്ന് കമലമ്മ പറഞ്ഞപ്പോൾ മനുവിനങ്ങ് ദേഷ്യം വന്നു. അമ്മേ, ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനമൊന്നും പറയരുത്. അവൾ എന്ത് തെറ്റ് ചെയ്തു? എടാ, അവൾ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് കമലമ്മ വാദിച്ചു. അമ്മേ, ഒരു പാവം പെൺകുട്ടിയെ പ്രേമം നടിച്ച് വശത്താക്കി 3-4 പേർക്ക് കാഴ്ചവെക്കാൻ ശ്രമിച്ച മകനെ ന്യായീകരിച്ചിട്ട് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ അമ്മക്ക് നാണമില്ലേ എന്ന് ആഞ്ഞടിച്ച് ചോദിക്കാണ് മനു. അവൾ ആ വീട്ടിൽ വന്നതിന് ശേഷമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്ന് കമലമ്മ വീണ്ടും പറഞ്ഞപ്പോൾ എനിക്കെന്തായാലും പോയേ പറ്റൂ എന്ന് മനു ഉറപ്പിച്ചു പറഞ്ഞു. കമലമ്മ വീണ്ടും തടയുന്നുണ്ട്. നീ അങ്ങോട്ടേക്ക് പോവണ്ട. സ്വന്തം അനുജൻ അവിടെ കിടക്കുമ്പോൾ പോവാത്ത നീ ആരോ എവിടെയുള്ള ഒരുത്തിക്ക് വേണ്ടിയിട്ട് കാണാൻ പോകുന്നു. മനുവിന് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. അമ്മ അങ്ങോട്ടേക്ക് മാറി നിൽക്ക്. മാറില്ലടാ, എനിക്ക് കാണണം, ഞാനാണോ അവളാണോ നിനക്ക് വലുത് എന്ന്. അമ്മ വെറുതെ ഒന്ന് പൊട്ടത്തരൊന്നും പറയല്ലേ, എനിക്ക് ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയിട്ടാണ്. അലീനക്ക് അവിടെ ആരുമില്ല, അവൾ നിരപരാധിയാണ്, അവളെ എനിക്ക് ഇറക്കിക്കൊണ്ട് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അമ്മയുടെ കൈയെല്ലാം തട്ടിമാറ്റിക്കൊണ്ടതിന് മനു അവിടെ നിന്നും ഇറങ്ങിപ്പോയി. കമലമ്മ ആകെ ഞെട്ടിപ്പോയി. എനിക്കറിയാടാ, നിന്റെ മനസ്സിൽ പലതുമുണ്ട് എന്ന്, അതൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് കമലമ്മ പുറകിൽ നിന്നും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കമലമ്മയുടെ വിചാരം അലീന വലിയ കുറ്റവാളിയാണെന്നാണ്. ആശുപത്രിയിൽ ബാലചന്ദ്രനാണെങ്കിൽ വല്ലാത്ത ആദിയിലായിരിക്കും. അപ്പോഴാണ് സുലോചന അങ്ങോട്ടേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ബാലേട്ടാ എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ, അദ്ദേഹം പറഞ്ഞു. ഗോവർദ്ധനൻ വക്കീലിനെ കാണാൻ പോയിരിക്കുകയാണ്, സുലോചന അറിയിച്ചു. ബാലചന്ദ്രൻ തൻ്റെ മക്കളുടെ ഭാവി ഓർത്തുകൊണ്ട് തന്നെ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. മക്കൾ ഇനി എങ്ങനെ തല ഉയർത്തി നടക്കും?
പീഡനക്കേസിൽ പ്രതിയായവനെ കോളേജിൽ നിർത്തുമോ എന്നൊക്കെയായിരുന്നു അയാളുടെ പേടി. സുലോചന അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അലീന ഇവിടെയുള്ളത് എനിക്കൊരാശ്വാസമാണ്. അവൾ കാര്യങ്ങളൊക്കെ നോക്കുമെന്ന് എനിക്കറിയാം, ബാലചന്ദ്രൻ പറഞ്ഞു. പിന്നീട് സുലോചന വൈജയന്തിയെ കാണാൻ ചെന്നു. വൈജയന്തി ആണെങ്കിൽ വല്ലാത്ത ടെൻഷനിലായിരുന്നു. ശിവശങ്കറിനെ വിളിച്ച് രോഹിത്തിനെ ഇറക്കാൻ പറയുന്നുണ്ടായിരുന്നു വൈജയന്തി. ബാലചന്ദ്രൻ അപ്പുറത്ത് അഡ്മിറ്റാണ്, എനിക്ക് എഴുന്നേൽക്കാൻ പോലും വയ്യ, നീ എന്തെങ്കിലും ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞു കരഞ്ഞു. സുലോചനയോടും വൈജയന്തി പഴി പറഞ്ഞത് അലീനയായിരുന്നു. സുലോചനയ്ക്ക് അത് കേട്ടിട്ട് ശരിക്കും അങ്ങ് ദേഷ്യം വന്നു. രോഹിത് ചെയ്ത തെറ്റിനെ ആ പാവത്തിനെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്ന് സുലോചന ആലോചിച്ചു. പോലീസ് സ്റ്റേഷനിൽ അലീനയെ ഉള്ളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവൾ കണ്ട കാഴ്ച ഹൃദയഭേദകമായിരുന്നു. രോഹിത്തും ഹരിയും ഷർട്ട് പോലുമില്ലാതെ സെല്ലിനുള്ളിങ്ങനെ നിൽക്കുന്നു. സ്വന്തം സഹോദരനെ ആ ഒരു അവസ്ഥയിൽ കണ്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം താങ്ങാനായില്ല. പക്ഷേ ഹരിക്കൊരു കുലുക്കവുമില്ല. എസ് ഐ അലീനയോട് ഇരിക്കാൻ പറഞ്ഞ് ചോദ്യം ചെയ്യാൻ തുടങ്ങി. സെല്ലിൽ കിടക്കുന്നവന്മാരെ കണ്ടല്ലോ, അവർ എല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഇനി നീ സത്യം പറഞ്ഞോ? എസ് ഐ അവളെ ഭീഷണിപ്പെടുത്തി. നിന്റെ ഫോട്ടോസ് എങ്ങനെ അവരുടെ കയ്യിൽ വന്നു എന്ന ചോദ്യത്തിന് എനിക്കറിയില്ല എന്ന് അലീന മറുപടി നൽകി. അവളിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചും മറിച്ചും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതേ സമയം മനുശങ്കർ സ്റ്റേഷനിലേക്ക് എത്തി. അലീന എന്ന കുട്ടിയെ കാണാൻ വന്നതായെന്ന് പറഞ്ഞപ്പോൾ സാറ് ചോദ്യം ചെയ്യാനെന്ന് പറയും, വെയിറ്റ് ചെയ്യാൻ. മനു ഉടനെ തന്നെ ഗോവർദ്ധനെ വിളിച്ച് കാര്യം പറഞ്ഞു. എങ്ങനെയെങ്കിലും അലീനയെ രക്ഷിക്കുമെന്ന ഉറപ്പിലായിരുന്നു മനു. അലീന സത്യം മാത്രമേ പറയൂ എന്ന് നമുക്കറിയാം. പോലീസുകാരെ ഭീഷണിപ്പെടുത്തി ഓരോന്നും പറയിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും അവളൊന്നും തന്നെ വിട്ടുകൊടുത്തില്ല. മനുശങ്കർ സ്റ്റേഷന്റെ വരാന്തയിൽ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിൽ ദേഷ്യവും സങ്കടവും ഒരുപോലെ തന്നെ ഇരിച്ചു കയറുന്നുണ്ടായിരുന്നു. എസ് ഐയുടെ മുറിയിൽ നിന്നും അലീനയുടെ പതീറ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് വരുന്നതും കേൾക്കാം. അകത്ത് എസ് ഐ മേശപ്പുറത്ത് ആഞ്ഞടിച്ചു കൊടുത്തതിനെ അലീനയെ ഭീഷണിപ്പെടുത്താണ്. നോക്ക് പെണ്ണെ, നിന്റെ ഈ പാവത്തരം കളിയൊന്നും ഇവിടെ നടക്കില്ല. അന്ന് ആ ജ്യൂസിൽ മരുന്ന് കലർത്തിയത് നീ അറിഞ്ഞുകൊണ്ടല്ലേ? എന്നിട്ടിപ്പോൾ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകുകയാണോ എന്നൊക്കെ ചോദിച്ചു. അലീനയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. അവൾ വിറക്കുന്ന ശബ്ദത്തിൽ തന്നെ പറഞ്ഞു, സർ, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ സഹോദരനെ പോലെ കണ്ടവനാണ് ഞാൻ അവരെ. അവരെങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല എന്ന് പറയും. എസ് ഐ ഒരു പുച്ഛച്ചിരിയോടുകൂടെ തന്നെ മുന്നോട്ടാഞ്ഞു. സഹോദരനോ? നിന്റെ ഈ നാടകം കൊണ്ട് കോടതിയിൽ രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. നിന്റെ ഫോട്ടോസൊക്കെ ആ ചെക്കന്മാരുടെ ഫോണിൽ എങ്ങനെ വന്നു എന്ന് വ്യക്തമായി പറഞ്ഞില്ല എങ്കിൽ നിന്നെ ഇന്നും ഇവിടെ നിന്നും വിടില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസുകാരൻ അലീനയെ വല്ലാതെ അങ്ങ് ഭീഷണിപ്പെടുത്തി. ഈ സമയത്തിന് ഗോവർദ്ധനൻ വക്കീൽ തൻ്റെ ജൂനിയേഴ്സായി സ്റ്റേഷനിലേക്ക് പാഞ്ഞു വന്നു. മനുശങ്കർ ആശ്വാസത്തോടെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. അങ്കിൾ, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും അവരിങ്ങനെ പീഡിപ്പിക്കുകയാണ്. ഗോവർദ്ധനൻ മനുവിൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നീ പേടിക്കേണ്ട മനു, അവളെ അന്യായമായി കസ്റ്റഡിയിൽ വെക്കാൻ അവർക്ക് യാതൊരുവിധ അധികാരവുമില്ല. നേരെ എസ് ഐയുടെ മുറിയിലേക്ക് കയറി ചെന്ന ഗോവർദ്ധനൻ നിയമത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. മിസ്റ്റർ എസ് ഐ, ഒരു തെളിവുമില്ലാത്ത ഒരു പെൺകുട്ടിയെ ഇങ്ങോട്ടേക്ക് മണിക്കൂറുകളും കൊണ്ടു ചോദ്യം ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനമാണ്. അവൾ ഈ കേസിൽ പ്രതിയല്ല, സാക്ഷിയാണ്. അവളെ ഉടനെ തന്നെ വിട്ടയക്കണം. വക്കീലിൻ്റെ ഇടപെടലിൽ എസ് ഐ അല്പമൊന്ന് പിന്മാറേണ്ടി വന്നു. അലീന മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ മനുശങ്കർ അവളുടെ അടുത്തേക്ക് ചെന്നു. അലീന മനുവിനെ കണ്ടതും നിയന്ത്രണം വിട്ടങ്ങ് പൊട്ടിക്കരഞ്ഞു. മനു ഒന്നും മിണ്ടാതെ അവളുടെ തലയിലൊന്ന് തലോടി. വാലീന, നമുക്ക് പോവാം, നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞ് മനു അവൾക്ക് ആശ്വാസവാക്കുകളേകി. അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മീഡിയക്കാർ വീണ്ടും അവരെ വളഞ്ഞു. ക്യാമറ ലൈറ്റുകൾ അലീനയുടെ മുഖത്ത് തെളിഞ്ഞു. മനുശങ്കർ തൻ്റെ തോളിലെ ഷോളെടുത്ത് അലീനയെ മറച്ചു പിടിച്ചുകൊണ്ട് കാറിലേക്ക് കയറ്റി. കാറ് സ്റ്റേഷന്റെ ഗേറ്റ് കടന്നു പോകുമ്പോൾ ലോക്കപ്പിന്റെ അഴുക്കുള്ളിൽ നിന്നും ഹരിശങ്കർ കത്തുന്ന കണ്ണുകളോടെ അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് തിരികെ എത്തിയപ്പോൾ കമലമ്മ വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അലീനയെ കണ്ടപ്പോൾ അവരുടെ മുഖം അങ്ങ് ചുവന്നു തൊടുത്തു. എടി, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീ ഇതിനെ ഇങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് വന്നോ മനു? ഇവൾ കാരണമാണ് എൻ്റെ മകൻ അവിടെ കിടക്കുന്നത്. മനുശങ്കർ കമലയെ കുറ്റപ്പെടുത്തി കടുപ്പത്തിലങ്ങ് നോക്കി. അമ്മേ, ഇനിയും ഇവളെ കുറ്റപ്പെടുത്താൻ ഞാനത് സഹിക്കില്ല. രോഹിത്തും ഹരിയും ചെയ്ത പാപത്തിന് ഇവളാണ് ബലിയാടാവുന്നത്. ഇനി മുതൽ ഇവളുടെ സംരക്ഷണം എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയും മനു. മനുവിൻ്റെ ആ വാക്കുകൾ കേട്ട് അലീന നിശബ്ദമായി നിന്നുപോയി. ഈ ഒരു കാഴ്ചയോട് കൂടി തന്നെ വൈജയന്തിയുടെയും കമലമ്മയുടെയും ശത്രുത വരും ദിവസങ്ങളിൽ കൂടുമെന്ന് അവർക്കുറപ്പായിരുന്നു. പക്ഷേ മനുശങ്കറിൻ്റെ ആ വലിയ മനസ്സിന് മുന്നിൽ അവൾക്ക് നന്ദി പറയാൻ വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇരുൾ മൂടിയ തൻ്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചം പോലെ മനുശങ്കർ കടന്നു വരുന്നത് അവൾ തിരിച്ചറിയുകയായിരുന്നു. അലീനയുടെ പോരാട്ടം തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെ അപമാനിച്ചവർക്കും തൻ്റെ കുടുംബത്തെ തകർത്തവർക്കും എതിരെ നിയമപരമായി പോരാടാൻ അവൾ ഉറപ്പിച്ചു. മനുശങ്കർ ആ പോരാട്ടത്തിൽ അവളുടെ നിഴലായി കൂടെ ഉണ്ടാവുമെന്ന വലിയ ആശ്വാസത്തോടു കൂടി തന്നെ അവൾ ആ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുന്നതും കാണിച്ചു കൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരാം.